മോളെ എന്തോ സൗണ്ട് കേട്ടത്? ഞാൻ കാരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നു. ആണോ? ഞാൻ വിചാരിച്ചു മോക്ക് സുഖമില്ലാതെ കിടന്ന് വിളിക്കുകയാണെന്ന്. അല്ല, ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് എന്തോന്ന് ചെയ്യാൻ പോണത്? ഇതൊക്കെ ചെയ്താൽ നമുക്ക് ശത്രുക്കൾ വരുമ്പം ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ടന്ന് മോള് ഗുണ്ടകളെ കണ്ടപ്പം പേടിച്ച് കണ്ണുടച്ച് നിന്നാണല്ലോ പിള്ളേർ പറഞ്ഞത്. അത് ഞാൻ പേടിച്ചല്ലെങ്കിലേ എനർജി ക്യാപ്ചർ ചെയ്തതാ. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ബ്രീത്ത് എടുത്ത് കഴിഞ്ഞുണ്ടല്ലോ നമുക്ക് നല്ല പവർ കിട്ടും. അപ്പം ശത്രുക്കളെയൊക്കെ പുഷ്പം പോലെ നമുക്ക് ഇടിച്ചിടാം. ആണോ? അതെ മോളെ, നമ്മൾ ഈ ശ്വാസം പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ തലയിൽ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ആണോ? പറ്റും. എന്നാ ഞാൻ ഒന്ന് അടിച്ചോ കേട്ടോ. എന്താ സംശയം ഉണ്ടോ? ഞാൻ അടിക്കട്ടെ? മോള് തടുക്ക്. ഞാൻ തടുക്കാം. അടിയില്ല. എന്നാ അടി അങ്കിൾ അടിച്ചേക്കുന്നത്? മോളല്ലേ പറഞ്ഞ തടുക്കാന്ന്. അത് ടൈമിങ് തെറ്റി അടിച്ചോ പിന്നെ എങ്ങനെയാ? അതെങ്ങനെ മോളെ അടിക്കാൻ പറഞ്ഞ 1 2 3 4 എന്നൊക്കെ എണ്ണീറ്റാണ് അടിക്കുന്നത്. ടൈമിങ് തെറ്റിപ്പോയി അതുകൊണ്ടാ. ഒന്നുകൂടെ അടിച്ചു നോക്ക്. വേണ്ട മോളെ, മോളൊരു കാര്യം ചെയ്യും, നന്നായിട്ട് പഠിച്ചതിന് ശേഷം. അല്ലെങ്കിലേ ടൈമിങ് കറക്റ്റായിട്ട് അങ്ങൾ ഒന്നുകൂടെ അടിച്ചു നോക്ക്. വേണ്ട മോളെ, ശരിയാവൂല. അടിച്ചു നോക്കങ്ങളെ. ഞാൻ തടഞ്ഞോളാം. ഉറപ്പേനി? ഞാൻ ബ്ലോക്ക് ചെയ്ത് കാണിച്ചതാ. അയ്യോ, പിന്നെ ടൈമിംഗ് തെറ്റിച്ച്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മോളെ, ഇവിടെ നോക്കിട്ട് വേണ്ടാന്ന്. ഇപ്പം പറഞ്ഞാൽ കേൾക്കൂല, ഭയങ്കര ടൈമിങ് കാര്യം. ലുക്ക് എപ്പോ വന്നു? അങ്കിള് വിട്, ഞാൻ തടവിക്കോളാം. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. അതെ, ലുക്ക് എന്നാ ഉണ്ടാക്കി കൊടുക്കണേ അങ്കിളിന്? എന്നാ പവറാന്നറിയോ? അത് പിന്നെ ഞാൻ മോളെടുത്ത് കരാട്ട പ്രാക്ടീസ് ചെയ്തതാണ്. അവക്ക് മാത്രമല്ല, എനിക്ക് നന്നായിട്ട് കരോട്ടെ അറിയാം കേട്ടോ. അയ്യോ, അവനോട് സംസാരിക്കാനും മിണ്ടാനും ഒക്കെ സമയമുണ്ട്. എന്നെ ഞാനും അത് തന്നെ ചെയ്യുന്നേ. മോളെ വിചാരിക്കും പോലെ ഒന്നും അല്ല. അല്ല മോളെ, നാടുണ്ടമ്മാവാ. നീയും എടി, നീ എന്നെ ഇടിച്ചതാണെന്ന് പറഞ്ഞു കൊടുക്കണേ. അതെ, ഞാൻ ചേട്ടനെ ഇടിച്ചതാ. എന്തിനടിച്ചതെന്ന് നാണക്കേടാ. എന്തിനു ഞാൻ പറയും? മനസ്സിലായിക്കോട്ടെ, കുറച്ച് പെമ്പിളേര് മാത്രമുള്ള വീടാണ്, അവിടെ ഇങ്ങനെയൊക്കെ കാണിക്കാവോ? എടി നീയും സത്യമായിട്ട് വന്ന് ഇടിച്ചതാ അവനെ. എന്തിനു നിനക്ക് നാണല്ലോ മനുഷ്യ? ഭാര്യയുടെ കാര്യം ഇങ്ങനെ അടി വാങ്ങിച്ചിട്ട് നടക്കാനൊക്കെ ഉണ്ട്. അയ്യോ, അങ്ങനെ അടിച്ചതല്ല. എനിക്ക് മസാജ് ചെയ്തതാണ്. മസാജ് ചെയ്ത്. ഓഹോ, ഞാൻ കണ്ട് മസാജ്. ഇറങ്ങാം. റൂമിൽ തന്നെ കണ്ടോ? എന്റെ ബെഡ്റൂമിൽ ഈ വൃത്തിയോട് കാണിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി മനുഷ്യ? ഇറങ്ങിപ്പോടി, നോണം കിടാതെ. മനുഷ്യന്റെ മൂടും പോയി. ഇറങ്ങാം, റൂമിൽ നിന്ന്. എന്റെ ഭഗവാനെ, ഞാൻ എന്നാണോ UK പോയി ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിക്കുന്നത്?